ഇപ്പോൾ നമ്മൾ ഇവിടെ ജനം നമ്മൾ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അവിടെ ഈ ഈ മരുന്ന് നിർമ്മിക്കുന്ന ആ, പ്രായമായ സ്ത്രീകളടക്കം അവിടെ ചമറം പടിഞ്ഞിരുന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ പ്രതികരിക്കുന്നവർ അടുത്ത നിമിഷങ്ങൾക്കകം അവർ ഇല്ലാതായി എന്ന് ആലോചിക്കുമ്പോൾ ഇത്ര ഭയാനകമാണത്. അതിൽ നിന്നും രക്ഷപ്പെട്ടു പോയ 2 ആളുകളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ എത്രത്തോളം ഭയപ്പെടുത്തുന്ന ദുരന്തമാണ്. അത് എത്ര കിലോമീറ്ററുകളിലേക്ക് അതിന്റെ ആഘാതം എത്ര ഭാഗത്തേക്ക് പടർന്നു എന്നുള്ളതാണ്. ഈ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറുകയും കടാവർ നായകളെ കൊണ്ട് ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തിക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും എത്ര പേരുണ്ടായിരുന്നു അവിടെ എന്നുള്ള കൃത്യമായ കണക്കുണ്ടോ? ആ, നിഗമനം ഇന്ന് DGP പറയുന്നത് 34 പേരുണ്ടെന്നാണ് നിഗമനമെന്ന് പറയുന്നു. അവിടെ 40 പേർക്കുള്ള ഊണ് എത്തിയിട്ടുണ്ട് എന്നതിന്റെ കണക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഊണ് അവിടേക്ക് എത്തിയതിന്റെ കണക്ക് വെച്ചിട്ടാണ് അവിടെയുള്ള ആളെ എണ്ണാൻ പോകുന്നത്. അതും കണക്ക് ശരിയാവണമെന്നില്ല. കാരണം നമ്മളോട് പ്രതികരിച്ച 2 അമ്മമാർ പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയി എന്നാണല്ലോ. അപ്പോൾ അവർ ആ എണ്ണത്തിൽ പെടുന്നില്ല. അപ്പോൾ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നു. ഇപ്പോൾ നമുക്ക് 13 എന്ന് കണക്ക് പറയുമ്പോൾ ഔദ്യോഗികമായി 10 മാത്രമേ സ്ഥിരീകരിക്കുന്നുള്ളൂ. ഇത്രയും വലിയ ദുരന്തം നടന്നതിന് ശേഷം ഇതിനെ സർക്കാർ വിശേഷിപ്പിച്ചത് സവിശേഷ ദുരന്തം എന്നുള്ളതാണ്. ഈ സവിശേഷ ദുരന്തമാണോ യഥാർത്ഥത്തിൽ ഇത്? ഇതിനു മുമ്പ് എത്രത്തോളം ദുരന്തങ്ങൾ ഉണ്ടായിട്ട് അതിനൊക്കെ ഓരോ ദുരന്തത്തിനും ഓരോ പേരിട്ട് വിളിക്കുകയാണോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഇതിനുശേഷം എന്ത് പാഠം പഠിക്കുന്നു, എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം സർക്കാർ പറയുന്നത് നാളെ ഇപ്പോൾ ദേവസ്വം 2 ദിവസങ്ങളായിട്ടും ചർച്ച നടത്തും. അതിനുശേഷം പൂരവുമായി ബന്ധപ്പെട്ട അടുത്ത തീരുമാനമെടുക്കുമെന്ന്. 13 പേർ മരിച്ചു കഴിഞ്ഞു, ദാരുണമായി കൊല്ലപ്പെട്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ ആ ഉത്തരവാദിത്തം നിറവേറ്റാത്തത് കൊണ്ടുണ്ടായ മരണമാണ്. അപ്പോൾ ഈ ഈ ഈ ദുരന്ത സാഹചര്യത്തിൽ നമുക്കൊരു ആഘോഷം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്താൻ എന്താണ് ഇത്ര ഒരു അമാന്തം വരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം, ഉറച്ച തീരുമാനം നമ്മുടെ ഭരണാധികാരികളിൽ നിന്നുണ്ടാകാത്തത് എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമാണ്. ഭയങ്കര നിസ്സംഗമായി തോന്നുകയാണ്. കാരണം പൂരം നടത്തണ്ടേ? പൂരം നടത്താതിരിക്കാൻ പറ്റുമോ എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുൻ ജനപ്രതിനിധികൾ തന്നെ, നേതാക്കൾ തന്നെ പറയുകയാണ് ഒന്നിനും വെള്ളം ചേർക്കാൻ പറ്റില്ല എന്ന്.